ഹായ് എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ പുതിയ OTT അപ്ഡേറ്റ്സുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ബൾട്ടി എന്ന് പറയുന്ന ഒരു മൂവിയാണ്. ഒരു മലയാളം സ്പോർട്സ് ഡ്രാമ മൂവിയാണ് ബൾട്ടി. ഇത് ഒരേ സമയം തമിഴ്, മലയാളം എന്നീ ഭാഷകളിലായിരുന്നു റിലീസായിരുന്നത്. ഇതിപ്പോൾ സോണി ലൈവിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മൂവി കൂടിയാണിത്. അടുത്തതായി ഡോസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ്. സിജു വിൽസൺ പ്രധാന കഥാപാത്രമായി വന്ന ഒരു മെഡിക്കൽ ത്രില്ലർ മൂവിയാണ് ഡോസ്. എനിക്ക് പേഴ്സണലി ഒരു എബോവ് ആവറേജ് എക്സ്പീരിയൻസ് കിട്ടിയ മൂവിയാണിത്. മെഡിക്കൽ ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫാർമയുമായി കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഫാർമയാണ് മുൻപിൽ നിൽക്കുന്നത്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. മനോരമ മാക്സിലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അടുത്തതായി പരിമള ആൻഡ് കോ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. ഇതൊരു തമിഴ് ഫാമിലി ഡ്രാമ മൂവിയാണ്. ജയറാമേട്ടനും ഉർവശി ചേച്ചിയും കുറേ കാലങ്ങൾക്ക് ശേഷം ഒന്നിച്ചൊരു മൂവി കൂടിയാണിത്. ഇതിപ്പോൾ C5 സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പേഴ്സണലി എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഒരു പ്രതീക്ഷിച്ച അത്ര ഒരു ഗുണം എനിക്ക് ഈ സിനിമയ്ക്ക് കിട്ടിയില്ല. അടുത്തതായി ഇക്ക എന്ന് പറഞ്ഞൊരു മൂവിയാണ്. ഇത് നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റായി സ്ട്രീമിംഗ് ആരംഭിക്കുന്നൊരു മൂവിയാണ്. ഇതിപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അക്ഷയ് കന്യക പ്രധാന കഥാപാത്രമായി വന്നൊരു കോർട്ട് റൂം ഡ്രാമ മൂവിയാണിത്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അടുത്തതായി പെഡ്ഡി എന്ന് പറഞ്ഞൊരു തെലുങ്ക് മൂവിയാണ്. രാംചരൺ പ്രധാന കഥാപാത്രമായി വന്ന ഒപ്പം ജാൻവി കപൂറും വന്നൊരു മൂവിയാണ് പെഡ്ഡി. എനിക്ക് ഒരു വേസ്റ്റ് മൂവിയായിട്ട് തോന്നിയൊരു മൂവി കൂടിയാണ് പെഡ്ഡി. താല്പര്യമുള്ളവർ മാത്രം കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തതായി ത്രികല എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയാണ്. ഇത് ആമസോൺ പ്രൈമിലാണ് സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അടുത്തതായി കള്ളക്കാമുകൻ എന്ന മൂവിയാണ്. ഇത് മനോരമ മാക്സിൽ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞൊരു പോസ്റ്റർ അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ജൂലൈ മാസത്തിൽ തന്നെ പ്രതീക്ഷിക്കാം. അടുത്തതായി കാട്ടാളൻ എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതെന്ന് വരുമെന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. മനോരമ മാക്സ് ഇതിനിടയ്ക്ക് OTT റൈറ്റ്സ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ റിപ്പോർട്ട്സ് ഒക്കെ വന്നിരുന്നു. പക്ഷെ അതൊന്നും റിപ്പോർട്ട്സ് മാത്രമാണ്, ഒരു റൂമർ മാത്രമാണെന്ന് തോന്നുന്നു. എന്തായാലും ജൂലൈ മാസത്തിൽ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയമെടുക്കാനും മതി. അടുത്തതായി ബാലൻ ദി ബോയ് എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതിപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. C5 ഇത് OTT സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുന്നത്. OTT റൈറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നത് C5 ആണ്. അപ്പോൾ ശരിപ്പോൾ ഓഗസ്റ്റ് ആദ്യവാരമൊക്കെ ആയിട്ട് ബാലൻ ദി ബോയ് സ്ട്രീമിംഗ് ആരംഭിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ OTT അപ്ഡേറ്റ്സുകൾ എന്ന് പറയുന്നത്. നിങ്ങളിതിൽ കാത്തിരിക്കുന്ന മൂവീസ് ഏതൊക്കെയാണ്? നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. പുതിയ OTT അപ്ഡേറ്റ്സുകളെ കുറിച്ച് അറിയുന്നതിനും സിനിമ ഒപ്പീനിയനുകളെ കുറിച്ച് അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.